അഫ്ഗാനിസ്ഥാൻ T20 മുന്നേയുള്ള പരിശീലന മാച്ചിൽ ഇപ്പോൾ സഞ്ജു സാംസൺ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് പുറത്തെടുത്തിരിക്കുന്നത്. സഞ്ജുവിന്റെ കളി കണ്ട് മാനേജ്മെന്റ് വരെ ഞെട്ടിയിരിക്കുകയാണ്. സഞ്ജു സാധാരണ മെല്ലെയാണ് കളിക്കാറ്, എന്നാൽ ഇപ്പോൾ സഞ്ജു ആ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പണ്ട് സഞ്ജു T20 ക്രിക്കറ്റിലാണ് കളിക്കാറ്. അന്ന് സഞ്ജു വളരെ വേഗത്തിലാണ് റൺസ് സ്കോർ ചെയ്യാറ്. ഇന്നത്തെ പരിശീലന മാച്ചിൽ സഞ്ജു ആ പഴയ രീതിയിലാണ് കളിച്ചിരിക്കുന്നത്. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു പുറത്തെടുത്തത്. വേഗത്തിലാണ് സഞ്ജു സിക്സറും ഫോറുകളും പായിക്കുന്നത്. സഞ്ജു മാത്രമല്ല, ഓപ്പണിംഗിൽ ഇറങ്ങി ജയ്സ്വാളും അടിച്ചു കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെയാണ് ഇന്ത്യ അഫ്ഗാൻ T20 സീരീസിന് തുടക്കമാവുന്നത്. നാളെ രാത്രി 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയത് രോഹിത് ശർമ്മയും ജയ്സ്വാളുമാണ്. രോഹിത് ശർമ്മ പെട്ടെന്ന് ഔട്ടായി മടങ്ങി, എന്നാൽ ജയ്സ്വാൾ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഇന്നത്തെ പരിശീലന സെക്ഷനിൽ കോഹ്ലി കളിച്ചിട്ടുണ്ടായിരുന്നില്ല. സഞ്ജു ആയിരുന്നു വൺ ഡൗൺ ഇറങ്ങിയത്. സഞ്ജു മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. സഞ്ജുവും ജയ്സ്വാളും അടിച്ചു കളിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പരിശീലന സെക്ഷനിൽ സഞ്ജു ഇങ്ങനെ കളിച്ചുവെങ്കിൽ നാളത്തെ T20 ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. T20 സഞ്ജുവിന്റെ ലാസ്റ്റ് അവസരമാണിത്. ഈ പ്രാവശ്യം കൂടി സഞ്ജു ഫോം ഔട്ട് ആയാൽ അടുത്ത T20 വേൾഡ് കപ്പിൽ സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടില്ല. മാനേജ്മെന്റ് വലിയ രീതിയിലാണ് ഈ ഒരു സീരീസിനെ നോക്കിക്കാണുന്നത്. സഞ്ജുവിന് അവസരം കൊടുത്തത് സഞ്ജുവിന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ്. സഞ്ജുവിടെ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്താൽ ഈ ജൂണിൽ നടക്കുന്ന T20 വേൾഡ് കപ്പിൽ സഞ്ജുവും ഉണ്ടായിരിക്കും. രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഇന്ത്യക്ക് യാതൊന്നും പേടിക്കാനില്ല. പക്ഷേ അഫ്ഗാനിസ്ഥാൻ മികച്ചൊരു ടീമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നാളെ ഇന്ത്യക്ക് പണി കിട്ടിയേക്കും. എന്തായാലും സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്തിയതിൽ മലയാളി ആരാധകർ ആവേശത്തിലാണ്. അപ്പോൾ നമുക്ക് നാളത്തെ T20 വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.